ഗൈസ് ഇന്ന് അമ്മേൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ തുടങ്ങിയിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഒരു ഈവനിങ് ആകുമ്പോഴേക്കും ഒരു അടിപൊളി ബിരിയാണി വെക്കാനാണ് പ്ലാൻ. ചിക്കനൊക്കെ മേടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ബിരിയാണി, ചിക്കൻ മലബാർ ബിരിയാണിയാണ് വെക്കാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. ബാക്കിൽ അപ്പം എന്താ പറയുക, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കിച്ചണിൽ പോകാം. ഗരം മസാല എടുത്തോട്ട് എന്താ പരിപാടി? ചെറിയൊരു പരിപാടി ഉണ്ട്. എന്താ പരിപാടി? ബിരിയാണി കഴുകി വെച്ചതാണ്. ഇതെന്താ ചോറാ? അപ്പോൾ പരിപാടി സ്റ്റാർട്ട് ചെയ്യട്ടെ. എൻ്റെ വകയാ ബിരിയാണി. ഞാനുണ്ടാക്കാറുണ്ടല്ലോ എല്ലാ സമയത്തും. ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടി ഇട്ടാൽ പോലെ അത് തേച്ചുണ്ടാകും. എന്താ വഴണ്ടു അവിടെ ഞാൻ കാണിച്ചതോളാം. ഉപ്പാണോ മുളകാണോ എന്താ ചേർക്കുന്നത്? അല്ലെങ്കിൽ ഞാൻ എന്റെ ഇഷ്ടത്തിന് ചെയ്യൂട്ടോ. അമ്മേ അമ്മേ മഞ്ഞൾപ്പൊടി ഇട്ടേ. നമ്മളെ ഉള്ളി പാടിയിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മളതിലോട്ട് തക്കാളി അരിഞ്ഞ് വെച്ചത് അങ്ങനെ ചേർക്കാം. വാഴണം താഴമിട്ട് കുഞ്ഞിന്റെ കൊലസണിങ്ങൊരു മഞ്ചത്തി. അപ്പൊ നമ്മുടെ കരൾച്ചൽ ഒരു കരട് പൊട്ടിയതാ. ഓക്കെ ആണോ? ഒരു അടിപൊളി ഡാൻസ് കേക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അമ്മ അടിപൊളിയായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന സാരിയൊക്കെ എടുത്തിട്ട്. അത് അമ്മയുടെ ഫോട്ടോ സെക്ഷൻ. ഇത് നല്ല വിളിച്ചു അവിടെ ശരിക്ക് കേക്ക് നോക്ക് ശരിക്ക്. അപ്പൊ നമ്മള് കേക്ക് മുറിക്കാൻ പോവാണ്. അപ്പൊ ഇത് കുത്താല്ലേ, ഈ സാധനം കുത്തിട്ട് കത്തിക്കാം. വാ കഴിഞ്ഞു വാ. ചെറിയ ലൈറ്റുണ്ടോ? ഊത്. ഒരു കഷ്ണം ഫുള്ളായിട്ട്
ഹാപ്പണിങ് വേണ്ടേ? എൻ്റെ ബിരിയാണി ആയി ഗൈസ്. അവസാനം എൻ്റെ വളരെ കഷ്ടപ്പെട്ടതിന് ശേഷം ബിരിയാണി. എൻ്റെ ഡ്രസ്സിന് തന്നെ മാറ്റി വേറെ ഡ്രസ്സ് ഉണ്ട്. എങ്ങനെയുണ്ട്? നല്ല രസമുണ്ടല്ലേ സംഭവം. ബിരിയാണി ഒന്നൊന്നര ടേസ്റ്റാണ്. അപ്പോൾ വിചാരിച്ചു ഒന്ന് മനസ്സറിഞ്ഞിട്ട് തിന്നാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് റെഡിയായി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇരുന്നേക്കാം. ഇപ്പോൾ ചെറുത് മതി. സംഭവം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ കറക്റ്റായിട്ട് അതിനിടയിൽ ഒരു ചെറിയ എമർജൻസി ഒന്നായിട്ട് പോകേണ്ടി വന്നായിരുന്നു. അതുകൊണ്ട് കുറേ സമയം അതിന് വേണ്ടിയിട്ട് ചിലവായി. അതിന് ശേഷമാണ് ബിരിയാണി ബാക്കി ഉണ്ടാക്കിയതും ഒക്കെ. അതുകൊണ്ടാണ് ബാക്കി കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റാൻ വീഡിയോയിൽ. ബട്ട് ബിരിയാണി ഭയങ്കര ടേസ്റ്റും ഉണ്ട്. ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ഉണ്ടാക്കിയ ബിരിയാണി ആയതുകൊണ്ട് വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ബിരിയാണി കഴിച്ചു തീർക്കട്ടെ.